അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ പുതിയതായി ആരംഭിക്കുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വാസി സമൂഹം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന കാര്യം. ആ സ്രഷ്ടാവിനെക്കുറിച്ചുള്ള അറിവുകൾ മനുഷ്യരാശിക്ക് അറിയിച്ചു തന്നത് കാലാകാലങ്ങളായി സ്രഷ്ടാവായ പടച്ചതമ്പുരാൻ ലോകത്തിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരിലൂടെയാണ്. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലൂടെ ഏറ്റവും മൗലികമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു ആശയമാണ് ഇത്. സ്രഷ്ടാവിനെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും കൃത്യമായ ഒരു വീക്ഷണം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിക മതത്തിൻ്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് സ്രഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ചും അവൻ നിയോഗിച്ച അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ആ മഹാനായ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഉദാത്തമായ ഇസ്ലാമിക ദർശനത്തെക്കുറിച്ചും വളരെ ഹ്രസ്വമായി ചർച്ച ചെയ്യാനാണ് അനുഗ്രഹീതമായ ഈ ഒരു റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി ഈയുള്ളവൻ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഈ ഒരു റമദാൻ മാസം അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നമുക്ക് പഠിപ്പിച്ചു തന്നത് ലോകത്തിൻ്റെ സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ തെരഞ്ഞെടുത്ത അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവാചകൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അതെല്ലാം ചരിത്രത്തിലൂടെ മനസ്സിലാക്കുക, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക എന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ മുസ്ലിങ്ങളല്ലാത്ത നമ്മുടെ ഇതര മതസ്ഥരായ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലെ മാനുഷിക മൂല്യങ്ങൾ അത് എത്രത്തോളം പ്രസക്തമാണെന്ന് സൗഹൃദപരമായി നിങ്ങളോടൊപ്പം പങ്കുവെക്കുക എന്നതും ഇന്ന് ആരംഭിക്കുന്ന ഈ ഒരു പഠന പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക വിശ്വാസപ്രകാരം നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു ലോകം അതൊരു നാൾ അവസാനിക്കും. ഈ ലോകത്തിന് അവസാനം കുറിക്കുന്ന അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് കൃത്യമായ മാർഗദർശനമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നും പ്രസക്തമായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായ മാതൃകായോഗ്യമായ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ച എത്രയോ ആളുകൾ ഒരു പ്രശംസയായി തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിക വിശ്വാസം സ്വീകരിച്ച അതിൻ്റെ വക്താക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അടുത്തറിയുന്നതിലൂടെ തൻ്റെ വിശ്വാസത്തെ ശരിയായ നിലക്ക് വിമലീകരിക്കാനും അള്ളാഹുവിലും മരണാനന്തര ജീവിതത്തിലുമൊക്കെയുള്ള ശരിയായ വിശ്വാസത്തിൽ ഒരു ദൃഢീകരണം വരുത്താൻ അത് ഉപകാരപ്പെടും എന്നുള്ളതാണ് നമ്മളിവിടെ പ്രവാചക ജീവിതം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് മഹത്തുക്കളായ പല പണ്ഡിതന്മാരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുന്നതിലൂടെ ഒട്ടനവധി ഗുണങ്ങൾ ലഭിക്കാനുണ്ട് എന്ന് പറയാൻ കാരണം. സഹോദരങ്ങളെ, ആ വിഷയത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണ് എങ്കിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ എന്നത് ചെറുതായി ഒന്ന് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലും ഒരു സമ്പൂർണ്ണ മനുഷ്യൻ്റെ ഉദാത്തമായ മാതൃക നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ 68-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖലമിലെ 4-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഏറ്റവും മഹത്തരമായ ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട ഏറ്റവും മുന്തിയ എല്ലാ ആളുകൾക്കും മാതൃകാപരമായ ജീവിതം കണ്ടെത്താൻ കഴിയും എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഇവിടെ എടുത്തു പറയാൻ കഴിയുന്ന
ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലും വന്നിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങളുടെ വളരെ പ്രാവർത്തികമായ ഒരു രൂപമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായ സ്വഹാബിമാരുടെയും ഒക്കെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ജീവിതം പഠിക്കൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ ഒരു ഭാഗം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ എല്ലാ വിശ്വാസികളോടും കൂടി പറയുകയാണ്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, നിങ്ങൾക്ക് പ്രവാചകൻ നൽകിയത് എന്തൊക്കെയാണോ അത് നിങ്ങൾ സ്വീകരിക്കണമെന്നാണ്. വമാ നഹാക്കും അൻഹു ഫൻതഹു, നിങ്ങളെ പ്രവാചകൻ എന്തൊന്നിൽ നിന്ന് വിലക്കിയിട്ടുണ്ടോ അത് നിങ്ങൾ ഉപേക്ഷിക്കണം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് മുസ്ലിങ്ങൾ നിർബന്ധമായിട്ട് സ്വീകരിക്കണമെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളോട് എന്ത് കാര്യമാണോ വിലക്കിയിട്ടുള്ളത് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ സത്യവിശ്വാസികളായ ആളുകൾ തയ്യാറാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം 5 നേരവും നമസ്കരിക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത്, പലിശയും ലോട്ടറിയും മദ്യവും മയക്കുമരുന്നുമൊക്കെ മോശപ്പെട്ട പ്രവർത്തനങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നത് ഈ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും അവൻ്റെ ഉദ്ദേശത്തിലും സ്വഭാവത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ മതപരമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അവിടുത്തെ ദിനചര്യകളും അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളും പ്രത്യേകതകളും പ്രവാചകത്വത്തിൻ്റെ തെളിവുകളും ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ അത് പഠിക്കൽ, അതായത് പ്രവാചകൻ്റെ ജീവിതം പഠിക്കാൻ സത്യവിശ്വാസികളായ ആളുകൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. സൂറത്തുൽ അഅറാഫിലെ 158-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് കൽപ്പിച്ചു, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പറയണം മനുഷ്യരെ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരുവനാണോ ഉള്ളത് അവൻ നിയോഗിച്ച ദൂതനാണ് ഞാൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വ യുമീത്, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല, അവൻ ജീവിപ്പിക്കുകയും അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഫആമിനു ബില്ലാഹി വ റസൂലി, അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുവീൻ. അന്നബിയിൽ ഉംബിയി അല്ലദീ യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി, അതെ അള്ളാഹുവിലും അവൻ്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കുവീൻ. വത്തബിഉ ലഅല്ലക്കും തഹ്തദൂൻ, അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റണം, എങ്കിൽ നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ചുകൊണ്ട് ആ പ്രവാചകനെ പിൻപറ്റാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്നത് അത് നേർമാർഗം പ്രാപിക്കാനുള്ള ഒരു മാർഗമായിക്കൊണ്ടാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഒരാളുടെ ഉള്ളുകൊണ്ടും പുറം കൊണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ തയ്യാറാകുന്നത് പടച്ച തമ്പുരാനായ അള്ളാഹുവിനോട് ഒരു അടിമ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇത് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അടിമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഫലമായി അള്ളാഹു അവനെ സ്നേഹിക്കും എന്നാണ് പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായമായ സൂറത്ത് ആലിമ്രാനിലെ 31-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, പറയണം നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരണം. യുഹ്ബിബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യുന്നതാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണാനിധിയാണ് എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ വേണ്ടി ലോകത്തിൻ്റെ സ്രഷ്ടാവായ അള്ളാഹു കൽപ്പിക്കുമ്പോൾ അത് എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. മനുഷ്യരെ ബാധിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളിലും ഒരു ആശ്വാസമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കാരണം
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ജീവിതവും അദ്ദേഹം സഞ്ചരിച്ച എല്ലാ വഴികളും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവിടെയെല്ലാം പ്രവാചകൻ്റെ ഉത്തമമായ മാതൃകകൾ അവരുടെ മനസ്സിന് ശക്തി പകർന്നുകൊണ്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ചൊരിഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ അതിവിശാലമായി അതെല്ലാം രേഖീകരിക്കപ്പെട്ട് കിടക്കുന്നത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് ലോകം ഇന്നും വായിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മഹാനായ പ്രവാചകൻ്റെ ജീവിതത്തെ അടുത്തറിയാൻ, അതിനെ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ 71-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. ആര് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുണ്ടോ അവൻ മഹത്തായ വിജയം നേടിയിരിക്കുന്നു എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, നന്മകൾ നിറഞ്ഞ പ്രവാചകൻ്റെ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് മഹത്തായ വിജയം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളായ സ്വഹീഹായ ഹദീസുകളും ഇതെല്ലാം ഒന്നുകൂടി വ്യക്തത നൽകുന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം. കാരണം ആ പ്രവാചകൻ്റെ ജീവിതം പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ്. പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായമായ സൂറത്തു നഹ്ലിലെ 44-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയും അവർ ചിന്തിക്കാൻ വേണ്ടിയും നിനക്ക് നാം ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഏതൊരു സാധാരണക്കാരനും അതല്ലെങ്കിൽ ഏതൊരു ബുദ്ധിരാക്ഷസനും ഒരുപോലെ നന്മകൾ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുക. അഹങ്കാരം പ്രകടിപ്പിക്കുന്ന, ധിക്കാരം പ്രകടിപ്പിക്കുന്ന, ദുർമാർഗികളായ ആളുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള മാർഗം എന്തൊക്കെയാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളിൽ വിശ്വാസകാര്യങ്ങളുണ്ട്, മതപരമായ വിധിവിലക്കുകളുണ്ട്, പൊതുമണ്ഡലത്തിലെ പ്രബോധനങ്ങളുണ്ട്, രാഷ്ട്രീയമുണ്ട്, യുദ്ധങ്ങളുണ്ട്, സ്വഭാവ മര്യാദകളുണ്ട്, കുടുംബമുണ്ട്, സൗഹൃദങ്ങളുണ്ട്, കച്ചവടമുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെയെല്ലാം കൃത്യമായി സ്പർശിക്കുന്ന, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹാസംഭവമായ ജീവിതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. എഴുതാനും വായിക്കാനും അറിവില്ലാത്ത ആ ഒരു സമൂഹത്തെ മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ വായിച്ചു ആ ജനങ്ങളെ സംസ്കരിച്ചെടുത്ത ഒരു ചരിത്രം, അത് എങ്ങനെയാണ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറയുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കതിലൂടെ കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കും. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഇവിടെ ഖുർആൻ പറഞ്ഞ ആ വഴികേടിലായിരുന്ന ജനതയെ ക്ഷമയോടുകൂടി ഗുണകാംക്ഷയോടുകൂടി സംസ്കരിച്ചെടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെപ്പോലും തൻ്റെ സ്വഭാവ മഹിമ കൊണ്ട് മിത്രങ്ങളാക്കാൻ മാറ്റി എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഖുർആനിലെ 41-ാം അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിലെ 34-35 സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഇദ്ഫഉ ബില്ലതീ ഹിയ അഹ്സൻ. ഏറ്റവും നല്ലത് ഏതാണോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിൻ്റെ ഉറ്റ ബന്ധു എന്നോണമായിത്തീരുന്നു. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വമാ യുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ അലീം. വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല എന്നാണ്. ഇതായിരുന്നു സഹോദരങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. തിന്മയിൽ മുഴുകി ജീവിച്ച ജനങ്ങളെ നന്മകൾ കൊണ്ട് അദ്ദേഹം പ്രതിരോധിച്ചു. ശത്രുതയിൽ കഴിഞ്ഞ ആളുകളെ മിത്രങ്ങളാക്കാൻ ക്ഷമയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചു.
ആ പ്രവാചകൻ്റെ ജീവിതത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വായിക്കപ്പെടുന്നതിലൂടെയാണ് നമുക്ക് ബോധ്യപ്പെടുക. ആ പ്രവാചകനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും ഈ പരിശുദ്ധമായ മാസത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സർവശക്തനായ അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ ويضرب الله الأمثال للناس والله بكل شيء عليم.